Hi friends, welcome to Competitive. So today we'll discuss about heat and its transfer forms. Okay, so heat and its transfer forms. Now, heat we know that it's a form of energy due to temperature difference. എപ്പോഴൊക്കെ temperature difference ഉണ്ടോ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് രൂപപ്പെടുന്ന ഒരു എനർജിനെയാണ് നമ്മൾ ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഐഡന്റിഫൈ ചെയ്യുന്ന എപ്പോഴും ടെമ്പറേച്ചറിനെ ബേസ് ചെയ്താണ്. അപ്പോൾ എപ്പോഴൊക്കെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടോ അപ്പോഴും നമുക്ക് എനർജി എന്ന് പറഞ്ഞ ഹീറ്റ് എന്ന് പറഞ്ഞ എനർജി ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇഫ് നമുക്കൊരു ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിൽ ഹീറ്റ് മാറുന്നേ ഇല്ല, അതിൽ ആ ഒരു സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ മാറുന്നേ ഇല്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദർ ഇസ് നോട്ട് എ ഹീറ്റ്. അപ്പോൾ അവിടെ ഹീറ്റ് എന്ന് പറഞ്ഞ ഒരു എനർജി ഫോം ചെയ്യുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഗ്യാസ് ഇഫ് ഇറ്റ് ഇസ് അറ്റ് 85 ഡിഗ്രി സെൽഷ്യസ്, അപ്പോൾ ആ 85 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ വി കനോട്ട് ഡിഫൈൻ എ ഹീറ്റ് ഓവർ ദാറ്റ്, ബിക്കോസ് ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായാലും നമുക്ക് ഹീറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ 85 ഡിഗ്രി ഇരിക്കുന്നത് ഒന്നെങ്കിൽ ചൂടാകുകയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചൂടാകുകയോ അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ വീണ്ടും കൂടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ വീണ്ടും കുറയുകയോ ചെയ്താൽ മാത്രമേ നമുക്ക് ഹീറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് even though it is at an elevated stage or very low temperature, if it is not having a change in temperature, we cannot define the heat. Okay, so heat is a transient form. അപ്പോൾ ഹീറ്റ് എപ്പോഴും ഒരു സ്ഥലത്ത് ഇരിക്കുന്നതല്ല, അപ്പോൾ എപ്പോഴും അത് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കണം. സോ ഹീറ്റ് ക്യാൻ ബി ഡിഫൈൻഡ്, ഹീറ്റ് ഈസ് ഡിഫൈൻഡ്, ക്യാൻ ബി അല്ലെ, heat is defined based on the temperature difference. So temperature difference, whenever we have a temperature difference, that is a flow process. അപ്പോൾ ഫ്ലോ നടന്നാൽ മാത്രം ഒരു ട്രാൻസിയന്റ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹീറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആൻഡ് വി ഓൾസോ നോ ദാറ്റ് ഹീറ്റ് ഈസ് എ ലോ ഗ്രേഡ് എനർജി. അപ്പോൾ എന്താണ് ലോ ഗ്രേഡ് എനർജി? നമുക്ക് എനർജീസിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ലോ ഗ്രേഡ് എനർജി ആൻഡ് ഹൈ ഗ്രേഡ് എനർജി. ഓക്കെ, സോ ലോ ഗ്രേഡ് എനർജിയുടെ എക്സാമ്പിൾ ആണ് ഹീറ്റ്. ഹൈ ഗ്രേഡ് എനർജി ആണെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ട്, അതർ ഫോംസ് ഓഫ് വർക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു എനർജി ട്രാൻസ്ഫർ, കൺസിഡർ എനർജി ട്രാൻസ്ഫർ. അപ്പം നമുക്ക് 100 ജൂൾ ഓഫ് എനർജീനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേന് ഇറ്റ് ക്യാൻ മേക്ക് അഗെയിൻ എ 100 ജൂൾ. അപ്പോൾ നമുക്ക് 100 ജൂളിന് അതേപോലെ 100 ജൂളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദി എനർജി വി ഹാവ് കൺവേർട്ടഡ് ഈസ് ഫ്രം എ ഹൈ ഗ്രേഡ് എനർജി. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഇലക്ട്രിക്കൽ എനർജിനെ നമുക്കൊരു സ്റ്റിറിംഗ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇലക്ട്രിക്കൽ വർക്കായ എനർജി നമുക്ക് 100% കൺവേർഷൻ ഈസ് പോസിബിൾ. സോ അങ്ങനെ 100% കൺവേർഷൻ നടക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ ടെൽ ഇസ് ഹൈ ഗ്രേഡ് എനർജി. ബട്ട് വേറെ ഇൻ ടേംസ് ഓഫ് ഹീറ്റ്, അപ്പോൾ നമുക്ക് 100 കിലോ ജൂൾ ഹീറ്റ് ഉണ്ടെങ്കിൽ we cannot create a 100 kilojoule of any other form of work. അപ്പോൾ നമുക്കൊരു 100 കിലോജൂൾ ഹീറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ 30% will be getting, or 35, maximum 35% is possible to create another form of work. So that's why we categorize heat at a low grade. Okay, next we'll talk about temperature. അപ്പോൾ യൂഷ്വലി നമുക്ക് ടെമ്പറേച്ചർ, ഇപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ ഓഫ് ഹീറ്റ് പറയുകയാണെങ്കിൽ it is a form of temperature, it is because of temperature difference. It's a form of temperature, it is a form of energy due to temperature difference. അങ്ങനെ നമ്മൾ പറയാം. വേറെ if you ask about ടെമ്പറേച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ it is a degree of hotness. അപ്പം നമ്മളെപ്പോഴും ഹീറ്റും ടെമ്പറേച്ചർ എപ്പോഴും സർക്കുലർ ഡെഫിനിഷനാണ് പറഞ്ഞിട്ട് അല്ലേ. We define heat in terms of temperature, and when we ask to define temperature, we define in terms of heat അല്ലേ. നമ്മുടെ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് അല്ലെങ്കിൽ measurement of how much hot or how much cold it is. So basically we are undergoing a kind of circular definition. അപ്പം ഇതിനെ വെച്ച് ഇത് ഡിഫൈൻ ചെയ്യുന്നു, ഇതിനെ വെച്ച് ഇത് ഡിഫൈൻ ചെയ്യുന്നു അല്ലേ. സോ ബട്ട് വി ഹാവ് എ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഫോർ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് ഒരു ക്ലാസിക്കൽ ഡെഫിനിഷൻ ഉണ്ട്, ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ ഇറ്റ് ഈസ് എ തെർമോമെട്രിക് പ്രോപ്പർട്ടി ഒബ്റ്റൈൻഡ് വെൻ ടു സിസ്റ്റംസ് ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മൾ 0th ലോ വെച്ചാണ് നമ്മൾ ആദ്യമേ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഇസ് എ തെർമോഡൈനാമിക്കലി ഡിഫൈൻഡ് പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ സാധനം അറിയാം, നമുക്ക് പ്രഷർ, വോളിയം. അപ്പോൾ ഈ പറഞ്ഞ പ്രഷർ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിലാണ് ഉണ്ടായത്, വോളിയം എന്ന് പറഞ്ഞ മാത്തമാറ്റിക്സിലുണ്ട് അല്ലേ, ജിയോമെട്രിയിലാണ് ഉണ്ടായത്. അപ്പം ഓരോ പ്രോപ്പർട്ടിക്കും ഓരോ ഫീൽഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റീജിയൻ, ഒരു ഡൊമൈൻ ഉണ്ട് വേർ ഇറ്റ് ഈസ് ജനറേറ്റഡ്. സോ ടെമ്പറേച്ചറിന്റെ ബെർത്ത് ഇറ്റ് ഈസ് ഇൻ തെർമോഡൈനമിക്സ്. ഓക്കെ, അപ്പോൾ തെർമോഡൈനമിക്കലി ഡിഫൈൻഡ് പ്രോപ്പർട്ടിയാണ് ടെമ്പറേച്ചർ. സോ based on the thermodynamic definition, we can define the temperature as it's a thermodynamic property obtained when two systems are in thermal equilibrium. അപ്പോൾ നമുക്കൊരു 0th ലോ വെച്ച് നമ്മൾ പറഞ്ഞു എപ്പോഴും ഒരു സിസ്റ്റം അത് വേറെ സിസ്റ്റമായിട്ട് തെർമൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ അതിനിടയിൽ ഒരു പ്രോപ്പർട്ടി കോമൺ ആയിട്ട്, ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് തന്നെ. സോ ദാറ്റ് ഈസ് ദി എക്സാക്ട് ഡെഫിനിഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇറ്റ്സ് എ thermodynamic property obtained when two systems are in thermal equilibrium. Okay, next we will talk about modes of heat transfer. Okay, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഹീറ്റ് എപ്പോഴും ട്രാൻസ്ഫറബിൾ ആണ്. ഒരു പോയിന്റിന് ഒരു ഹയർ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചർ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മൂവ് ചെയ്യുന്നത് നമുക്ക് 3 രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. ഒന്ന് കണ്ടക്ഷൻ, കൺവെക്ഷൻ, കണ്ടക്ഷൻ,
second is convection, and third is radiation. Okay, so these are the three: conduction, convection, and radiation. Okay, so heat is transferred from one point to another point through by three means. First is by conduction, second is convection, and third is radiation. Okay, first we'll talk about conduction. Okay, so conduction normally നമ്മൾ എപ്പോഴും ഒരു പറയുമ്പോൾ it is happening in solids. Okay, so solids മാത്രമല്ല conduction, even it happens in liquids as well as gases also. Okay, but the rate of the amount of flow or flux flow will be more for conductors, or we can say solids. Okay, solidsലായിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിനൻ അധികം. സോളിഡ്സ് ലിക്വിഡ്സിലും ഗ്യാസസിലും ഉണ്ടാകും, പക്ഷേ അതിൻ്റെ റേറ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് വിൽ ടോക്ക് അബൌട്ട് കണ്ടക്ഷൻ. സോ കണ്ടക്ഷൻ പറയുന്നതിന് മുമ്പ് വിൽ ഹാവ് ടു ടോക്ക് അബൌട്ട് എ പ്രോപ്പർട്ടി നോൺ എസ് thermal conductivity. Thermal conductivity എന്ന് പറഞ്ഞാൽ ഓരോ മെറ്റീരിയലിനും ഹീറ്റിനെ കടത്തി വിടാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റി അതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഗോൾഡ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ അല്ല സ്റ്റീൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. ഇപ്പം സ്റ്റീൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ അല്ല വാട്ടർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സബ്സ്റ്റൻസിനും, അപ്പോൾ ഈ വെദർ ഇറ്റ് ഇസ് എ സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്, all the substance do have a property to transfer or to allow the heat to flow through it. അപ്പം ആ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. സോ നമുക്ക് ഈ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനിയും ഈ തെർമൽ കണ്ടക്ടിവിറ്റി മെയിനായിട്ട് ഉണ്ടാകാനുള്ള രണ്ട് കാരണമാണ്. ഒന്ന് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഡ്യൂ ടു ലാറ്റിസ് വൈബ്രേഷൻ, ആൻഡ് ദെൻ ഇസ് ഫ്രീ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് ഈ ലാറ്റിസ് വൈബ്രേഷൻ, ഫ്രീ ഇലക്ട്രോൺ ട്രാൻസ്ഫർ എന്നത്, ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് കേട്ടോണ്ടായിരിക്കും അല്ലേ. വാട്ട് ഈസ് ഫ്രീ ഇലക്ട്രോൺസ്? അപ്പോൾ നമുക്ക് ഓരോ എലമെന്റ്സിനും അതിൻ്റെതായ ആറ്റംസ് കാണും. അപ്പോൾ ആറ്റത്തിന് ഒരു ആറ്റമിക് സ്ട്രക്ചർ ആണ്. സോ അതിൻ്റെ വാലൻസ് ഷെൽ എന്ന് പറഞ്ഞ സാധനമാണ്. ലാസ്റ്റ് ഓരോ ആറ്റത്തിലുള്ള ലാസ്റ്റ് ഷെല്ലിൽ ഉള്ള ഇലക്ട്രോൺസിനാണ് വാലൻസ് ഇലക്ട്രോൺസ്. അപ്പം നമ്മളൊരു ഹീറ്റ് ചെറുതായിട്ട് അബ്സോർബ് ചെയ്യുമ്പോൾ ഈ വാലൻസ് ഇലക്ട്രോൺസ് റിലീസ് ചെയ്യും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ വാലൻസ് ഇലക്ട്രോണിൽ നിന്ന് ചെറിയൊരു ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അത് വെളിയിൽ പോകുന്നത്, അതിനെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഹീറ്റ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞ് അതിന് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോഴത്തേന് ആ ഇലക്ട്രോൺസ് വീണ്ടും അതിൻ്റെ ഓർബിറ്റിലോട്ട് കയറി അത് സ്റ്റേബിളായിട്ട് ആ സബ്സ്റ്റൻസ് സ്റ്റേബിളായിട്ട് ഇരിക്കും. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസും ട്രാൻസ്ഫറും അതുപോലെ തന്നെ ലാറ്റിസ് വൈബ്രേഷൻ. അപ്പോൾ നമുക്കറിയാം ഓരോ മോളിക്യൂൾസും അതിനെ ഒരു പാറ്റേണിലായിരിക്കും പാക്ക് ചെയ്തേക്കുന്നത്, ആറ്റോമിക് പാക്കിംഗ്. സോ ആ ഒരു പാറ്റേണിൽ ആ ഒരു മോളിക്യൂളിനെ വൈബ്രേറ്റ് ചെയ്യും. Okay, so when the heat is absorbed, that can be vibrated. So this is the figure where it shows the free electrons. So these are the free electrons and this is the lattice vibration. So lattice vibration എപ്പോഴും ഒരു ഇവിടെ നിന്ന് ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്യണം, ഈ ഒരു മൊത്തം stack of molecules will vibrate. So what happened? Vibrate means it just oscillate. It just goes up and down. Okay, the ഫ്രണ്ടിലേക്കും പോകും എന്നിട്ട് ഇത് ബാക്കിലേക്കും. So when it is going up, what happened? This may push the forward sequence. അപ്പോൾ ഈ സീക്വൻസ് ആയിട്ട് ഇരിക്കുന്ന ഓരോ പാറ്റേണിനെയും അല്ലെങ്കിൽ മോളിക്കുലർ പാറ്റേണിനെ അതിന് പുഷ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ലൈക്ക് ട്രാൻസ്ഫർ സൗണ്ട് എനർജി നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത പോലെ തന്നെ ഇറ്റ് വിൽ ജസ്റ്റ് പുഷ് അപ്പ്. സോ ഓരോ പ്രാവശ്യം എനർജി ഹീറ്റ് വരുമ്പോഴത്തേന് ഇതിനെ ഇങ്ങനെ പുഷ് ചെയ്യും. സോ ദാറ്റ് ഈസ് വൺ വേ ടു ട്രാൻസ്ഫർ ദി ഹീറ്റ്. അപ്പോൾ ഒന്ന് ലാറ്റിസ് വൈബ്രേഷൻ. സോ ലാറ്റിസ് വൈബ്രേഷൻ മീൻസ് ഒരു മോളിക്കുൾ അടുത്ത മോളിക്കുൾ തമ്മിൽ ഇടിക്കും. ഒരു സ്റ്റാക്ക് ഓഫ് മോളിക്കുൾസ് ഒരുമിച്ചാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ഇടിക്കുന്നത്. അതിനാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു വൈബ്രേഷൻ മൂലമായിട്ട് ഹീറ്റ് പോകും. അതുപോലെ തന്നെ സെക്കൻഡ് ഈസ് ഫ്രീ എനർജി. അപ്പോൾ നമുക്കറിയാം ഒരു ആറ്റമിക് സ്ട്രക്ചറിൽ വെൻ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്, സം amount of free electrons will be created or generated. Then that free electrons can be easily washed away. So that free electron may carry this heat. Okay, so angane heat transfer. So that is what we say the conduction can happen with kinetic energy of the electron as well as the kinetic energy of the vibration of the lattice atoms or lattice molecules. Okay, so that is about conduction. Conduction രണ്ട് രീതിയിലാണ് ഉണ്ടാകുന്നത്, due to lattice vibration as well as free electron transfer. Okay, so now this thermal conductivity in metals. അപ്പോൾ നമ്മൾ ഈ സോളിഡ് എന്ന് പറഞ്ഞാലും സോളിഡിനകത്ത് രണ്ട് രീതിയിലുള്ള ഇതുണ്ട്. ഒന്ന് മെറ്റൽസ് ഉണ്ട്, ഒന്നെങ്കിൽ മെറ്റൽസ് നോർമലി വി ക്യാൻ സേ ദേ ആർ ദി കണ്ടക്ടേഴ്സ്. മെറ്റൽസ് നോൺ മെറ്റൽ വി ക്യാൻ സേ ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ മറ്റ് നമുക്ക് വിൽ ജസ്റ്റ് സീ ദി ഡിഫറൻസ് വാട്ട് ഈസ് ദറ്റ്. സോ മെയിനായിട്ട് മെറ്റൽസിൽ വി ഹാവ് ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പം നമുക്കറിയാം അയൺ അതുപോലുള്ള എലമെന്റ്സ് നമുക്ക് ദേ ആർ കണ്ടക്റ്റഡ് ത്രൂ ഹീറ്റ് ആസ് വെൽ ആസ് ഇലക്ട്രിസിറ്റി. സോ ഈ രണ്ട് ഫിനോമിനലിലും
നമ്മൾ ഒരു എക്സ്ട്രാ എനർജി കൊടുക്കുമ്പോൾ, ഇപ്പം ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ചെറിയൊരു എക്സ്ട്രാ എനർജി കൊടുക്കുമ്പോൾ ലാറ്റിസ് ഫ്രീ ഇലക്ട്രോൺസ് ജനറേഷൻ. അപ്പോൾ എന്താണ് ഫ്രീ ഇലക്ട്രോൺസ്? നമുക്ക് ആറ്റംസിലെ വാലൻസ് ഷെല്ലിലുള്ള ലൂസ്ലി പാക്ഡ്, അതായത് വാലൻസ് ഷെല്ലിലുള്ള ആറ്റംസിന്റെ പ്രത്യേകത എന്താ? അത് ദേ ആർ നോട്ട് ഈസിലി അട്രാക്റ്റഡ് ബൈ ദി ന്യൂക്ലിയസ്. അപ്പം ന്യൂക്ലിയസുമായിട്ട് അധികം അട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ദേ ക്യാൻ ബി ഈസിലി വിഡ്രോൺ ഫ്രം ദസ് ആ ഒരു സ്പേസിൽ നമുക്ക് അതിനെ പെട്ടെന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ ചെറിയൊരു ഹീറ്റ് അബ്സോർബ് അല്ലെങ്കിൽ എക്സ്ട്രാ എനർജി അബ്സോർബ് ചെയ്താൽ, അപ്പോൾ നമുക്കറിയാം എക്സ്ട്രാ എനർജി ക്യാൻ ബി ഡൺ, ഹീറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം, അല്ലെ ഇലക്ട്രിസിറ്റി വെച്ച് കൊടുക്കാം, അല്ലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആ എനർജിനെ ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടെ കണ്ടക്ടിവിറ്റിയുടെ കേസിൽ, തെർമൽ കണ്ടക്ടിവിറ്റി ഹീറ്റ് ട്രാൻസ്ഫറിന്റെ കേസിൽ ഹീറ്റ് എപ്പോഴും നമ്മൾ സോഴ്സിൽ നിന്ന് ഒരു ഹീറ്റ് കൊടുക്കുമ്പോൾ ആ ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ എമൗണ്ട് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇസ് മോർ ഫോർ മെറ്റൽസ്. സോ ദാറ്റ്സ് വാട്ട്സ് ദി ഡിഫറൻസ്. അപ്പം മെറ്റൽസ് കൂടുതൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോളിഡ്സിൽ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്. അപ്പോൾ മെറ്റൽസ് കൂടുതൽ കണ്ടക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൽ ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലാണ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ജനറേഷൻ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? സോ free electron as well as the lattice vibration is contributing to heat transfer in the case of metals. Okay, now when it non-metal ഇപ്പം നമുക്കറിയാം wood, it won't transfer the heat much അല്ലേ? അതുപോലെ തന്നെ വേറെ നമുക്കറിയാം wood, wool, then cloth, all this metal, plastics, all rubber, all this cannot transfer the heat much pretty easy. But നമ്മളൊരു high energy or high heat കൊടുക്കുകയാണെങ്കിൽ after a certain time we can see that some amount of heat will be obtained at the other end. Okay, so അത് ഹീറ്റ് ട്രാൻസ്ഫറബിൾ ആണ്. ഇപ്പം ഈവൻ ദി കേസ് ഓഫ് വുഡ് നമുക്കറിയാം, ഒരു ഇൻസുലേഷൻ എപ്പോഴും കൊടുക്കുന്ന വുഡാണ്, വുഡ് തെർമോക്കോൾ അതുപോലെ. അപ്പം ഈ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന പ്രോപ്പർട്ടി വളരെ കുറവാണ്. അതായത് മെറ്റീരിയൽ ഈ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്ത് വിടുന്ന എബിലിറ്റി വളരെ കുറവാണ്. പക്ഷേ ഇറ്റ് ക്യാൻ സ്റ്റിൽ ട്രാൻസ്ഫർ. എങ്ങനെ? ഡ്യൂ ടു ലാറ്റിസ് വൈബ്രേഷൻ. Okay, due to lattice vibration. So even every substance, എല്ലാ സബ്സ്റ്റൻസ് എടുക്കണം, ആ സബ്സ്റ്റൻസിന് ഒരു മോളിക്കുലർ സ്ട്രക്ചർ ആണ്. ആ മോളിക്കുലർ സ്ട്രക്ചർ ഒരു പാറ്റേണിലായിരിക്കും. അപ്പോൾ ആ പാറ്റേൺ എന്തായാലും വൈബ്രേറ്റ് ചെയ്യും. സോ ആ വൈബ്രേഷൻ വി കനോട്ട് അവോയ്ഡ് എനിത്തിങ്. സോ ആ ഒരു വൈബ്രേഷൻ വളരെ കുറയ്ക്കുകയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സിന്. അപ്പോൾ നമുക്ക് ഹീറ്റ് ഇൻസുലേഷനിലെല്ലാം കൊടുക്കുന്നത് മെറ്റീരിയൽസിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലേറ്റവും വലിയ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അതിന് ലാറ്റിസ് വൈബ്രേഷൻ വളരെ കുറച്ചുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ലാറ്റിസ് വൈബ്രേഷൻ കുറച്ചുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീറ്റ് ട്രാൻസ്ഫറബിലിറ്റി വളരെ കുറവാണ്. ഹെൻസ് വി ക്യാൻ സേ ദി തെർമൽ കണ്ടക്ടിവിറ്റി ഇസ് വെരി ലെസ് അല്ലേ? നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ എടുക്കുകയാണെങ്കിൽ അറിയാം തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ് അല്ലേ? തെർമൽ കണ്ടക്ടിവിറ്റി ഇസ് ലെസ് ബിക്കോസ് അതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, അതിൽ ലാറ്റിസ് വൈബ്രേഷനും ഇല്ല. ഓക്കെ, ഇല്ല എന്നല്ല, സ്മോൾ. ഓക്കെ, സോ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ലിക്വിഡ്സ്. അപ്പം ലിക്വിഡ്സിലുള്ള തെർമൽ കണ്ടക്ടിവിറ്റി നമുക്കറിയാം, it depends on the intermolecular distance of the distance between the molecules. അപ്പം മോളിക്യൂൾസിൽ അപ്പം നമുക്ക് നോർമൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ ഒരു ഇതിനൊരു സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു വോളിയം ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് മോളിക്യൂൾസിനിടയിലുള്ള ഡിസ്റ്റൻസ്, ദർ ഇസ് എ റീസണബിൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് അല്ലെ? നമുക്ക് ലിക്വിഡ്സിനും വെൻ ഇറ്റ് കമ്പയർ വിത്ത് ഗ്യാസസ് അതിന് റീസണബിൾ ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിരിക്കും ഈ പറഞ്ഞ കണ്ടക്ടിവിറ്റി. അപ്പം നമുക്കറിയാം mercury is a liquid metal, right? So even though it is a liquid, it can conduct. So the molecules between the molecules of each of the substance, molecules of the substance will be placed close. അപ്പോൾ നമുക്ക് ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഈസിലി നമുക്ക് ആ സബ്സ്റ്റൻസിൽ കൂടെ നമുക്ക് നടത്താൻ പറ്റും. ബട്ട് see, we said that the thermal conductivity property depends on the distance between the molecules. അപ്പം ആ ഒരു പ്രോപ്പർട്ടി, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഹീറ്റ് സോഴ്സ് ഉണ്ട്, ഒരു ഹീറ്റ് സിങ്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു മീഡിയം ഉണ്ട്. ഇപ്പോൾ ആ ഒരു മീഡിയം മേ ബി ലിക്വിഡ് ആണെങ്കിൽ, അപ്പോൾ ആ ലിക്വിഡിന് എത്രമാത്രം ഇന്റർസ്പേസ് ഡിഫറൻസ് ഉണ്ട്, ആ സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനിയും നമ്മളിപ്പോൾ പറയാൻ പോകുന്ന വേറെ കാര്യം, ഇനിയും ആ ഒരു സിസ്റ്റത്തിൽ, അതായത് നമ്മൾ ട്രാൻസ്ഫർ മീഡിയത്തിന് ഓൾറെഡി അതിൻ്റെ ഒരു എലിവേറ്റഡ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ വിൽ ഇറ്റ് കേപ്പബിൾ ടു ട്രാൻസ്ഫർ ദി ഹീറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ടെമ്പറേച്ചർ കൂടിയിരിക്കുന്ന ഒരു മീഡിയം ആണെങ്കിൽ, ഇപ്പോൾ ലിക്വിഡ് ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ഇവിടെ വേറെ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മീഡിയം ഉണ്ട്. ആ മീഡിയം ലിക്വിഡാണ്, പക്ഷേ അവിടെ നമ്മൾ വെള്ളത്തിന് മേ ബി വാട്ടർ ആണെങ്കിൽ, ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ, അല്ലെ ലിക്വിഡ് മെറ്റൽ ആണെങ്കിൽ, ആ ലിക്വിഡ് മെറ്റലിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ വിൽ ഇറ്റ് കേപ്പബിൾ ടു ട്രാൻസ്ഫർ ദി ഹീറ്റ്? ബേസിക്കലി ഇറ്റ് വോണ്ട് അലോ. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടെമ്പറേച്ചർ എലിവേറ്റഡ് സ്റ്റേറ്റിൽ തന്നെ ഓൾറെഡി അതിൻ്റെ കൈനറ്റിക് എനർജി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി കൂടുതലാണെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ സോഴ്സിൽ നിന്ന് ഒരു എനർജി കൊടുക്കുമ്പോഴത്തേന്
ഈ എനർജിനെ മൊത്തത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഈ ഓൾറെഡി ഹൈലി എലിവേറ്റഡ് കൈനറ്റിക് എനർജി ഉള്ള മോളിക്യൂൾസ് ഈ മോളിക്യൂൾസായിട്ട് മുമ്പായിട്ട് most of the energy will be lost. So the heat transfer capacity will also depend on the temperature of the liquid. അപ്പോൾ ലിക്വിഡിൻ്റെ ഒരു കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ ഫിനോമിനൻ ഒന്ന് നമ്മുടെ ഡിസ്റ്റൻസ് ആണ്, രണ്ട് അതിൻ്റെ ടെമ്പറേച്ചർ, അതിൻ്റെ ആംബിയൻ അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ, അതായത് നമ്മൾ ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ സമയത്തുള്ള ആംബിയൻ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ആംബിയൻ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അതിന് ഹീറ്റ് ട്രാൻസ്ഫറിങ് പ്രോപ്പർട്ടി വളരെ കുറവായിരിക്കും. ആംബിയൻ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഇറ്റ് ഈസ് സ്റ്റിൽ കേപ്പബിൾ ടു ട്രാൻസ്ഫർ ദി ഹീറ്റ് ത്രൂ കണ്ടക്ഷൻ. സോ കണ്ടക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിനൻ അറിയാലോ, എപ്പോഴും ലാറ്റിസ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺ ട്രാൻസ്ഫർ വെച്ചാണ്. ഓക്കെ, ഗ്യാസസിന്റെ കേസിൽ തന്നെ ഗ്യാസസിൽ ഇറ്റ് ഇസ് പ്യുവർലി ബേസ്ഡ് ഓൺ ദി കൊളീഷൻ. അപ്പോൾ ഒരു മോളിക്യൂൾസ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് അതിന്റെ കൈനറ്റിക് എനർജി കൂടി അടുത്ത മോളിക്യൂൾസിനെ ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്കറിയാം അതിന് മോളിക്യൂൾസിന്റെ ഡിസ്റ്റൻസ് എപ്പോഴും വളരെ കൂടുതലാണ് when it considers with the ഗ്യാസ്. അപ്പോൾ ഗ്യാസിന്റെ കൺസിഡർ ചെയ്യുമ്പോഴത്തേന് വളരെ ഡിഫറൻസ് കൂടുതലാണ് അല്ലേ. അപ്പം ആ ഒരു ഡിഫറൻസ് എത്ര ഓരോ ഡിപ്പെൻഡിങ് ഓൺ ദ ഗ്യാസസ്. അപ്പോൾ ഗ്യാസസിന്റെ ഫിനോമിനൻ ഇപ്പോൾ ഓരോ ഗ്യാസസും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. അപ്പോൾ ആ ഗ്യാസസിന്റെ മോളിക്കുലർ സ്ട്രക്ചർ അനുസരിച്ചായിരിക്കും അതിന്റെ ഹൗ മച്ച് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ സ്പേസ്. അപ്പോൾ എത്രമാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ അതിനെ ബേസ് ചെയ്തായിരിക്കും അതിന്റെ കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പോൾ വിൽ ടോക്ക് അബൌട്ട് ദി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ റാൻഡംലി മൂവിങ് molecules gases will be responsible for the kinetic energy. Okay, so നമുക്കറിയാം മോളിക്യൂൾസ് എപ്പോഴും റാൻഡംലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്യാസസിന്റെ കേസിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹീറ്റ് അബ്സോർവ് ചെയ്യുമ്പോഴത്തേന് ഹീറ്റ് കൊടുക്കുമ്പോഴത്തേന് ഈ ഗ്യാസസ് വീണ്ടും അതിനെ എലിവേറ്റ് ചെയ്യും. അപ്പം ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് വിൽ ബി മച്ച് ഓർ മേ ബി ഹയർ വെൻ ഇറ്റ് കംസ് ടു എ ഹൈ എലിവേറ്റഡ് സ്റ്റേറ്റ്. അപ്പം നമുക്കൊരു മീഡിയം ഉണ്ടെങ്കിൽ ഒരു സോഴ്സ് ഉണ്ട്, ഒരു റിസീവർ ഉണ്ട്. അപ്പോൾ സോഴ്സിൽ നിന്ന് നമുക്ക് സിസ്റ്റം 1 നിന്ന് സിസ്റ്റം 2ലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ദ മീഡിയം ഇഫ് ഇറ്റ് ഈസ് എ ഗ്യാസ് ആൻഡ് ദാറ്റ് ഗ്യാസിന്റെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ നമുക്ക് ഈ കൊടുക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറബിലിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഓക്കെ, ബട്ട് വെൻ ഇറ്റ് കമ്പയർസ് ടു ദി കണ്ടക്ടിവിറ്റി ഓഫ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് ആൻഡ് ലിക്വിഡ് they have very little value. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് വാല്യൂ ആണ് when it compares with solid. Okay, so normally that's why we neglect this conductivity of solid as well as conductivity of liquid as well as gas. But when it compares, it is really negligible with the values obtained for the solids. Okay, next phenomenon is convection. Okay, so convection നമുക്കറിയാം other heat method ആണ്, other heat transferring mode ആണ്. അപ്പോൾ other heat transfer mode it is done. Okay, next is convection. So convection നമുക്കറിയാം this is another മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ നമ്മൾ ആദ്യമേ കണ്ടക്ഷൻ പഠിച്ചു. അപ്പോൾ അതിൽ ലാറ്റിസ് വൈബ്രേഷൻ ആയിരുന്നു. ലാറ്റിസ് വൈബ്രേഷൻ മാത്രമല്ല ഫ്രീ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ട്. പക്ഷേ ഇതിൽ ദി ഹീറ്റ് ട്രാൻസ്ഫർ വിൽ ബി ഡൺ ഇൻ പ്രസൻസ് ഓഫ് എ ഫ്ലൂയിഡ്. അപ്പോൾ എപ്പോഴും ഒരു ഫ്ലൂയിഡ് മീഡിയം ഇൻട്രാക്റ്റീവ് ആയിട്ട് കാണും. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഒരു സോളിഡിൽ നിന്ന് ഒരു ഫ്ലൂയിഡിലേക്കോ, അല്ലെ ഫ്ലൂയിഡിൽ നിന്ന് ഒരു സോളിഡിലേക്കോ, അല്ലെ ഫ്ലൂയിഡ് ടു ഫ്ലൂയിഡ്. അപ്പോൾ ഇതുപോലുള്ള ട്രാൻസാക്ഷന് നമ്മൾ ഒരു ഹീറ്റ് ട്രാൻസാക്ഷനെ വി മേ categories under convection. Okay, so there should be a bulk motion of molecules of fluid while heat transfer. അപ്പോൾ heat transfer ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും motion of fluid should be established. അപ്പോൾ motion of fluid should be there. Then we can categorize under convection. Okay, so നമുക്കറിയാം ജനറലി ഉള്ള കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ക്യാൻ ഹാപ്പൻ ഫ്രം സോളിഡ് ടു ലിക്വിഡ്. ഓക്കെ, സോളിഡ് എന്നുള്ളത് solid to liquid is a convection. Then we can say liquid to solid തിരിച്ചാകാം, അതുപോലെ തന്നെ liquid to gas ആകാം. Okay, then gas to liquid ആകാം, അതുപോലെ തന്നെ gas to gas ആകാം, അതുപോലെ തന്നെ liquid to gas ആകാം. So if we have any of this combination of heat transfer, we can categorize under convection. Okay, so this mechanism involves the diffusion of so this is the diffusion of molecules. Okay, and the movement of fluid which could be force as well as free convection. അപ്പോൾ നമുക്കറിയാം ഒരു മീഡിയം ഫ്ലൂയിഡ് മീഡിയം, ആ ഫ്ലൂയിഡ് മീഡിയം ആ ഹീറ്റ് ഒരു സോളിഡിൽ നിന്നും അല്ല ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് എടുത്തിട്ട് അതിനെ ഡിഫ്യൂസ് ചെയ്യും. സോ ഡിഫ്യൂസ് മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ആക്ച്വലി മൂവിങ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അല്ലേ. അപ്പം ആ ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സ് നടക്കും. അപ്പോൾ ഡിഫ്യൂസ് ഫോർ എക്സാമ്പിൾ ഐ ഹാവ് എ ഹീറ്റഡ് സർഫസ്. ഇതൊരു ഹീറ്റഡ് സർഫസ് ആണ്. ഇവിടെ കുറേ മോളിക്യൂൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഹീറ്റഡ് സർഫസിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്.
it is a low heat surface. Low heat surface. Okay. അപ്പോൾ ഇവിടുന്ന് ഈ മോളിക്യൂൾ ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്തത്. So movement of molecules from a higher concentration to a lower concentration is known as diffusion. Okay. So അങ്ങനെ നമ്മൾ ഡിഫ്യൂസ് ചെയ്ത് കയറും. അപ്പം ഈ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? മോളിക്യൂൾസ് ഓഫ് ഫ്ലൂയിഡ്സ് ആയിരിക്കും. അപ്പോൾ ഫ്ലൂയിഡ്സ് either they can undergo a kind of diffusion or else a movement. അപ്പം മൊത്തത്തിൽ ഒരു ബൾക്കായിട്ട് മൂവ് ചെയ്താലും മതി. So that can be done in a forced manner or the free manner. Okay, forced manner means what? We are giving some kind of velocity. അപ്പോൾ നമ്മളൊരു സ്ട്രീം, ലിക്വിഡ് സ്ട്രീം, ആ ഒരു ഹീറ്റിനെ, അപ്പോൾ നമുക്കൊരു എഞ്ചിൻ ആണെങ്കിൽ ആ എഞ്ചിൻ്റെ സർഫസിനെ കൂൾ ചെയ്യുമ്പോഴത്തേന് നമ്മൾ എപ്പോഴും ഒരു വാട്ടർ ജാക്കറ്റ് പോലെ കൊടുക്കും. അപ്പോൾ വാട്ടർ ജാക്കറ്റിനകത്ത് വെള്ളം എപ്പോഴും ഒരു ഫോഴ്സ് സർക്കുലേറ്റഡ് മോഷനിലായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ദി വാട്ടർ ഇസ് ഗിവൺ ഇൻ എ ഫോഴ്സ് വേ. സോ ദ ബൾക്ക് മോഷൻ ഓഫ് ഫ്ലൂയിഡ് ഇസ് ഹാപ്പൻ ഇൻ ദ ഫോഴ്സ് വേ. അപ്പോൾ നമ്മളൊരു മേ ബി ഒരു റേഡിയേറ്ററിന്റെ വെളിയിൽ ഫിൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഹീറ്റ് എപ്പോഴും അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ നമ്മളൊരു ഫോഴ്സ് ഹീറ്റ് ട്രാൻസ്ഫർ കൊടുക്കുന്നുണ്ട് അല്ലെ. ഫാൻ വെച്ച് നമ്മളൊരു ഫോഴ്സ് ഹീറ്റ് ട്രാൻസ്ഫർ കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ വെച്ച് ഒരു ഫ്രീ കൺവെക്ഷൻ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഹോട്ട് കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ ഹോട്ട് കപ്പ് ഓഫ് ടീ വെക്കുവാണെങ്കിൽ നമുക്കറിയാം കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ തണുക്കും. എങ്ങനെയാണ് തണുക്കുന്നത്? ആ ചായ എന്നുള്ള ചൂട് മേളിലുള്ള ഗ്യാസിനെ, എയറിനെ ചൂടാക്കും. അപ്പോൾ ആ ചൂട് എന്ത് ചെയ്യും? ദി ഡെൻസിറ്റി വിൽ ബി ലോവർ, ഇറ്റ് വിൽ ഗോ അപ്പ്. So new air will be occupying that space. So there is a natural convection. Okay, so that is the free convection or natural convection. So heat can happen. So നമ്മൾ മെക്കാനിസം പറയുകയാണെങ്കിൽ the convection has two mechanisms. Either they can undergo kind of thermal diffusion, okay, or thermal molecular diffusion, or else we can have a bulk motion of fluid molecules that can happen in the forced way or in the natural way. Okay. Okay, next is the radiation. Okay, radiation നമുക്കറിയാം, radiation does not need any medium അല്ലേ. അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മൂന്നാമത്തെ ഫോമാണ് റേഡിയേഷൻ. അപ്പോൾ റേഡിയേഷനിൽ the transfer of process where heat is emitted or absorbed. So in the radiation the process in which the heat is emitted or absorbed in the form of electromagnetic waves. അപ്പോൾ നമ്മൾ ഈ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അതിന് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഹാസ് അണ്ടർഗോൺ എ റേഡിയേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ടി വിയിലുള്ള റിമോട്ട് ഉണ്ട് അല്ലേ, അതിന് ഉള്ള റേഡിയേഷൻ ഉണ്ട്, അത് IR റേഡിയേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഈ IR റേഡിയേഷൻ ഇറ്റ്സ് എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഓക്കെ, അതിപ്പോൾ അതുപോലുള്ള ഓരോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിലേക്ക് നമ്മൾ ആ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ഹീറ്റ് ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോലെ തന്നെ അത് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ മൈക്രോവേവ് ഓവൻ അല്ലേ. സോ നമ്മൾ മൈക്രോവേവ് ഓവൻ നമ്മൾ സാധനം വെക്കുന്നു, സാധനം വെച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ താഴെ സൈഡിൽ ലാംപ്സ് ഉണ്ട്. സോ ഇറ്റ് വിൽ ലിബറേറ്റ് മൈക്രോവേവ് റൈറ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആ പറഞ്ഞ കുക്കിംഗ് മെറ്റീരിയൽസിന്റെ മണ്ടയിൽ സബ്ജക്ട് ചെയ്യുമ്പോൾ ഫോർ എ സർട്ടൻ ടൈം വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് മേ ഹീറ്റഡ് അപ്പ്. സോ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റിംഗ് ഹീറ്റ് ത്രൂ എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. Okay, now so normally പറഞ്ഞു കഴിഞ്ഞാൽ hot bodies, so radiation is basic phenomenon എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ hot bodies will emit heat waves. That heat waves will be in the form of electromagnetic waves. Okay, for example sun നമുക്കറിയാം, sun is undergoing fusion, right? It has fusion reaction. So fusion reaction will emit large number of electromagnetic waves. അപ്പോൾ നമുക്ക് അവിടെ നോർമൽ ഹീറ്റ് ഫ്ലോ ഉണ്ട്, പക്ഷേ ആ നോർമൽ ഹീറ്റ് റേഡിയേഷൻസ് വോണ്ട് ബി ഇഫക്റ്റഡ് ടു അവർ എർത്ത്. കാരണം ആ ഒരു എർത്തിന്റെ ഒരു ഡിസ്റ്റൻസിലേക്ക് കവർ ചെയ്ത് ഹീറ്റ് നോർമൽ കൺവെക്ഷൻ ഫിനോമിനൻ എനിക്ക് പറ്റത്തില്ല അല്ലെ. സോ ദി ഓൺലി വേ ഹൗ ദി എർത്ത് ഈസ് ഹീറ്റഡ് അപ്പ് ത്രൂ റേഡിയേഷൻ. അപ്പൊ ഈ എർത്ത് ഹീറ്റഡ് അപ്പ് ചെയ്യുന്ന because of the sun is through radiation. Okay, so radiation doesn't need any medium. So those electromagnetic waves which are emitted from the sun will be concentrated on the sun, and that can implement the, or it can imply the heat. Okay, so next is we'll talk about more about radiation. So if you talk about radiation, thermal radiations are referred to the radiant heat. Okay, so heat radiant ആയിട്ട് പോകുന്നതിനാണ് നമ്മൾ radiant ആയിട്ട് liberate ചെയ്യുന്നതാണ് radiant heat എന്ന് പറഞ്ഞത്. So thermal radiation is generated because of the emission of electromagnetic wave. അപ്പം
എപ്പോഴൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ടോ അതിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതിനാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഈ ദീസ് വേവ്സ് ക്യാരി അവേ ദി എനർജി ഫ്രം ദി എമിറ്റിംഗ് ബോഡി. അപ്പോൾ ഒരു ഹോട്ട് ബോഡി കാണും, ആ ഹോട്ട് ബോഡി ഇതുപോലുള്ള ഹീറ്റ് വേവ്സിനെ ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ആ ഹീറ്റ് ഇതിൽ നിന്ന് മിസ്സാകും, അല്ലേ, ആ ഹീറ്റ് എസ്കേപ്പ് ആകും ത്രൂ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, റൈറ്റ്? So this thermal radiation does not necessarily need to be a material medium. Okay, അത് നമുക്കൊരു വാക്യൂമിൽ ആണെങ്കിലും അല്ലേ. So radiation can take place through vacuum. So even without the medium, this heat energy can transfer through a vacuum in the form of radiation. Okay, in the form of electromagnetic wave. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇപ്പോൾ ഒരു ഹോട്ട് ബോഡി ഉണ്ടെങ്കിൽ ആ ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് എസ്കേപ്പ് ചെയ്യാൻ പറ്റും, even it is no medium is present. അപ്പോൾ മീഡിയം ഒന്നും ഇല്ലേ തന്നെ ആ ഒരു ഹീറ്റ് ബോഡി അതിൻ്റെ ഹീറ്റിനെ റേഡിയേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ സ്റ്റിൽ ഇറ്റ് ക്യാൻ റിലീസ് ഇറ്റ്സ് ഹീറ്റ് എനർജി. ഓക്കെ, സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓർ EM waves are the waves which are created by the resultant vibration of electric field and magnetic field. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വൈബ്രേറ്റ് ചെയ്യുന്ന, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേവിന് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നിറയെ ഉണ്ട്. നമുക്ക് ആൽഫ, ബീറ്റ, ഗാമ, ദോസ് ആർ ഫ്രം ദി റേഡിയോ ആക്റ്റീവ് എലമെന്റ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സിൽ നിന്ന് എക്സ്പെൽ ചെയ്യുന്നു. അതല്ലാതെ തന്നെ നമുക്ക് സണ്ണിൽ നിന്ന് വേറെ ഫോട്ടോൺസ് ഉണ്ട്. ദെൻ വി ഹാവ് UV rays, ultraviolet rays, we have IR rays, then microwaves. So there are a lot of category of electromagnet. But എല്ലാ കാറ്റഗറിയിലുള്ള എല്ലാ വേവ്സും it doesn't carry the heat energy. Okay, only certain micro electromagnetic radiations, അല്ലെ certain amount of or certain എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവും നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കറിയാം മൈക്രോവേവ് ഉണ്ട്, അതുപോലെ തന്നെ IR റേഡിയേഷൻസ് ഉണ്ട്, ഇലക്ട്രോൺ ഫ്ലോ ഉണ്ട്. സോ ഇതെല്ലാം ഫോട്ടോൺ ഫ്ലോ ഉണ്ട്, ഇതെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അതിൽ certain amount will follow or certain amount of electromagnetic wave will carry the heat also. Okay, for example photons ഉണ്ട്, പിന്നെ IR radiations ഉണ്ട്, പിന്നെ microwave to some വേവ് ലെങ്ത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഓവനിലൊക്കെ ഉപയോഗിക്കുന്ന മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീക്വൻസി കൂടിയാണ്. ഓക്കെ, സോ ഫ്രീക്വൻസി വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു മൈക്രോവേവ് ആ ഒരു റേഡിയേഷൻ ഫാക്ടർ അല്ല നമുക്ക് സണ്ണിൽ നിന്ന് കിട്ടുന്നത്. അപ്പം അത് ഇവിടെ ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. സോ മെയിൻലി heat is transferred through the photons and through the infrared radiations. Okay, all physical substance, solid, liquid, can emit energy in the process of electromagnetic radiation because of the vibration of the. So ഏത് സബ്സ്റ്റൻസ് ആണെങ്കിലും, സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും, it will expel electromagnetic radiation. Okay, അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എക്സ്പെൽ ചെയ്യും, എല്ലാ മെറ്റീരിയൽസും എക്സ്പെൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡി ഇസ് ഓൾസോ എക്സ്പെല്ലിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ, സോ because of the vibration of the molecules. അപ്പോൾ നമ്മൾ മോളിക്യൂൾസ് അറ്റമിക് ലെവലിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ, ഇറ്റ് ഹാസ് എ സ്പിൻ, അല്ലേ. അപ്പോൾ സ്പിൻ ഉണ്ടാവും, അതിൻ്റെ ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഒരു എനർജി ഡിസോസിയേഷൻ ആണ് എപ്പോഴും നമുക്ക് റേഡിയേഷൻ ആയിട്ട് വെളിയിൽ വരുന്നത്, ഓക്കെ, എക്സ്പെൽ ആവുന്നത്. ഓക്കെ, സോ ഓൾ ദി ബോഡീസ് റേഡിയേറ്റ് ഇൻ ദി ഫോം ഓഫ് ഫോട്ടോൺസ്. ഓക്കെ, സോ ഫോട്ടോൺസ് ആയിട്ടാണ് നമുക്ക് എനർജി ഇൻ ദി ഫോം ഓഫ് സ്മോൾ പാക്കറ്റ് ഇസ് നോൺ ആസ് ഫോട്ടോൺസ്. ഓക്കെ, സോ എ ഫോട്ടോൺ ഇസ് ദി സ്മോളസ്റ്റ് ഡിസ്ക്രീറ്റ് എമൗണ്ട് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ, സോ നമ്മൾ സോളാർ പാനൽസിലൊക്കെ നമ്മൾ ഇതേ ഫോട്ടോൺ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുമ്പം സോളാർ ഹീറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം, അല്ലേ. അപ്പോൾ നമ്മൾ ആ ഫോട്ടോൺസ് വെച്ച് നമ്മൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, ഫോട്ടോണിനെ ട്രാപ്പ് ചെയ്ത് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് heat and its heat transfer modes. Okay, so these kind of classes will be available through our app. Okay, so we will be providing syllabus based classes, then doubt clearance sections, we have queries, we have tech support, we have previous year question paper. Okay, so idellam nammu provide cheyidana. Okay, so we will be starting a new batch. Okay, so we have, these are the courses we are providing: assistant professor of mechanical engineering, then assistant engineering for irrigation mechanical, then lecture in Polytechnic. So these are the upcoming courses. Okay, so okay, so these kind of classes will be provided through our app. Okay, so we will be having syllabus based classes, then we have doubt clearance sections, we have previous year question papers, we have queries, tech support, we will have weekly exams. Okay, so നമ്മൾ text oriented exams ആണ് concentrate ചെയ്യുന്നത്. We will have
courses for assistant professor, then assistant engineer, then lecturer in Polytechnic. Okay, so the upcoming reason in the courses are the lecturer in Polytechnic and assistant professor in mechanical engineering. So these are the courses for either primary course. So primary course. So this is our upcoming course. So we have lecture in Polytechnic as well as assistant professor. But in the basic papers, course start. So basic engineering mathematics, then basic civil engineering, then we have basic mechanical engineering, electrical and electronics and computer. So this all basic papers course start, and the course will be starting on from May 15th. Okay, so both these courses like assistant professor in mechanical engineering as well as lecturer in Polytechnic will be hosted from May 15th. Okay, for more details you can dial this number given in the description. Okay, so it will be started on May 15th. Thank you.